ഇത് നമ്മുടെ സ്വന്തം കോന്നിയാണ്. പച്ചപ്പിൽ പൊതിഞ്ഞ കോന്നി ടൗണിൻ്റെ കാഴ്ചകൾ എങ്ങനെയുണ്ട്? ചൈനാമുക്കും വെള്ളപ്പാറയും എലിയറക്കലും വകയാറും കോട്ടയം മുക്കും എന്തിന് കോന്നിയുടെ ഒട്ടുമിക്ക ഭാഗത്തിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഈ സ്ഥലം ഏതാണെന്ന് അറിയണ്ടേ? നമ്മുടെ ഇന്നത്തെ കാഴ്ച കേരളത്തിൻ്റെ സ്വന്തം ആനക്കൂടിൻ്റെ നാടായ കോന്നിയുടെയാണ്. നമസ്കാരം, ഫോർ ദ മ്യൂസിക്കിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിഷേക് മോഹൻ. നമ്മുടെ ഇന്നത്തെ ഒരു ട്രാവൽ വീഡിയോ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായ കോന്നിയിലാണ്. എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് കോന്നി ടൗണാണ്. കോന്നിയോട് ചേർന്ന് വലിയൊരു പാറയുണ്ട്, കാഞ്ഞിക്കുളത്തുപാറ. ആ പാറയുടെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, കോന്നി ടൗണിൻ്റെ മുഴുവൻ കാഴ്ചകളും ഈ പാറയുടെ മുകളിൽ നിന്നാൽ കാണാൻ സാധിക്കും. കോന്നിയുടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാഞ്ഞിക്കുളത്തുപാറ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാഞ്ഞിക്കുളത്തുപാറയുടെ കാഴ്ചകളാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് കാഞ്ഞിക്കുളത്തുപാറയുടെ കാഴ്ചകളിലേക്ക് പോവാം. ഒപ്പം കോന്നി ടൗണിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്കും പോവാം. കാട്ടാനകളുടെ താവളം കൊണ്ടും ആന പരിശീലന കേന്ദ്രം കൊണ്ടും സമൃദ്ധമായ പച്ചപ്പ് നിറഞ്ഞ വനപ്രദേശം കൊണ്ടും പേരുകേട്ട പെരുമ കേട്ട നാട്, എൻ്റെ സ്വന്തം നാട് കോന്നി. കേരളത്തിൽ ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ, അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു സ്ഥലമാണ് കോന്നി. ഈ സ്ഥലത്തിൻ്റെ പേര് കാഞ്ഞിക്കുളത്തുപാറ എന്നാണ്. കോന്നി ടൗണിനോട് ചേർന്ന ഒരു പ്രദേശമാണിത്. കോന്നിയിൽ നിന്നും എലിയറക്കൽ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക്, എലിയറക്കൽ ജംഗ്ഷനിലേക്ക് റോഡിലൂടെ പോകുമ്പോൾ തലയെടുപ്പോടു കൂടി നിൽക്കുന്ന കാഞ്ഞിക്കുളത്ത് പാറ കാണാം. അതിരാവിലെ നടന്നു കയറിയതാണ് ഞങ്ങൾ. കോന്നിയിൽ നിന്നും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. ഇങ്ങോട്ടേക്കുള്ള വഴി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് എലിയറക്കൽ ജംഗ്ഷൻ. ജംഗ്ഷന് മുൻപായിട്ട് ശാന്തി തിയേറ്ററിനോട് ചേർന്നുള്ള ഈ കാണുന്ന ചെറിയ വഴിയിലൂടെ മുകളിലേക്ക് ചെന്നാൽ പടികൾ കാണാം. ഈ കാണുന്ന പടിയിലൂടെ വേണം പാറയിലേക്ക് എത്താൻ. ഈ വഴിയാണ് നമ്മൾ മുകളിലേക്ക് നടന്നു കയറുന്നത്. ഇപ്പം ഇതൊക്കെ രണ്ടാമത് ഷൂട്ട് ചെയ്തതാണ്, കാരണം രാവിലെ വന്ന സമയത്ത് വെട്ടം തീരെ കുറവായിരുന്നു. ഇപ്പം നമ്മൾ കയറിപ്പോണ്ടത് ആ പടവ് വഴിയാണ്. ഈ റോഡ് ഇതിപ്പം മെയിൻ റോഡിലേക്ക് ചെല്ലുന്ന റോഡാണ്, കോൺക്രീറ്റ് റോഡാണ്. ബൈക്കാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവിടെ കാണും വെച്ചിട്ട് പോകാം. കാറാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഈ സൈഡ് ചേർത്തിട്ടിട്ട് പോകേണ്ടി വരും. പടി കയറി നേരെ ചെല്ലുന്നത് ഒരു റബ്ബർ തോട്ടത്തിലേക്കാണ്. തോട്ടം കഴിഞ്ഞാൽ പിന്നെ പാറയാണ്. അടുത്ത കാലത്ത് പാറയുടെ മുകളിലേക്ക് കയറാനായിട്ട് പടികൾ നിർമ്മിച്ചിട്ടുണ്ട്. പടി കയറി നേരെ ചെല്ലുന്നത് പാറയുടെ അടുത്തേക്കാണ്. ഈ സ്റ്റെപ്പൊക്കെ ഇപ്പം അടുത്ത ടൈമിലൊക്കെ പണിഞ്ഞതാണെന്ന് തോന്നുന്നു. കോൺക്രീറ്റിൻ്റെ നല്ല പുത്തൻ കോൺക്രീറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഇതൊന്നും മാറിയിട്ടില്ല. അതുപോലെ ഈ ഒരു സ്ഥലത്തിന് ശരിക്കും എനിക്ക് ഒരു പ്രത്യേക ഫീലിംഗ് തന്നൊരു സ്ഥലമാണ്. കാരണം ഞാൻ പഠിച്ചത് ഇവിടെ തൊട്ട് താഴത്തായിട്ടുള്ളൊരു സ്കൂളിലാണ്. പണ്ടത് KKNM എന്നാണ് അറിയപ്പെടുന്നത്, കല്ലറ കൃഷ്ണൻ നായർ മെമ്മോറിയൽ ഹൈസ്കൂൾ എന്ന് അറിയപ്പെടുന്ന സ്കൂളിലായിരുന്നു. അപ്പോൾ അടുത്ത കാലത്ത് അത് അമൃത ഏറ്റെടുത്തു. മാതാമൃതാനന്ദമയ്യയുടെ മാനേജ്മെൻറ്റ് അത് ഏറ്റെടുത്തിട്ട് ഇപ്പം അമൃത വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളെന്ന് ആണ് അറിയപ്പെടുന്നത്. എലിയറക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്കൂളുള്ളത്. എലിയറക്കൽ എന്നറിയപ്പെടുന്ന സ്ഥലത്തിൻ്റെയും കോന്നി ടൗണിൻ്റെയും മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ ഒരു പാറയുടെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കും. അതാണ് ഈ ഒരു പാറയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പടി കയറി നേരെ ചെല്ലുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കാണ്. കാഞ്ഞിക്കുളത്ത് കോട്ടപ്പാറ അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ നടന്നാൽ നമുക്ക് പാറപ്പുറത്തേക്ക് എത്താൻ സാധിക്കും. ഇത് അതിരാവിലെ എടുത്ത വിഷ്വൽസാണ്. രാവിലെ ഇവിടെ നിന്ന് കോന്നിയുടെ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അതിരാവിലത്തെ ഇവിടുത്തെ അന്തരീക്ഷം ഒരു പ്രത്യേകതയാണ്. ക്ഷേത്രത്തിലെ പാട്ട് കേട്ട്, പള്ളിയുടെ ബാങ്ക് വിളിയും മണിയോച്ചയും കേട്ട്, സൂര്യൻ ഉദിക്കുന്ന കാഴ്ച കണ്ട് കോന്നി ടൗൺ ഉണരുന്നത് കാണാൻ, പാറപ്പുറത്ത് അല്പനേരം വിശ്രമിക്കാൻ ഏറ്റവും നല്ലൊരു സ്ഥലമാണിത്. കോന്നിയെ ഇത്രയും മനോഹരമായി കാണാൻ പറ്റുന്ന മറ്റൊരു സ്ഥലവും ഇല്ലെന്ന് തന്നെ പറയാം.
വീടിനോട് ചേർന്നൊരു സ്ഥലമായിട്ടും തൊട്ടടുത്ത സ്കൂളിൽ പഠിച്ചിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരുപാട് നാളത്തെ ഒരാഗ്രഹമായിരുന്നു ഈ പാറയുടെ മുകളിലേക്ക് ഒന്ന് വരണമെന്ന്. അതിന് കാരണം ഏകദേശം 4-5 കിലോമീറ്റർ ദൂരത്തുള്ള എൻ്റെ വീട്ടിൽ നിന്ന് പോലും ഈ സ്ഥലം കാണുവാൻ സാധിക്കും. ഈ പാറയുടെ മുകൾ ഭാഗമൊക്കെ ഒരു കാട് പോലെയാണ്. നല്ല പച്ചപ്പിന് നടുവിൽ വെള്ള പെയിൻ്റ് അടിച്ച് നമ്മൾ മുൻപ് കണ്ട ക്ഷേത്രം താഴെ നിന്ന് കാണാൻ ഒരു പ്രത്യേക ചന്തമാണ്. ഈ സ്ഥലവും ആ ക്ഷേത്രവുമൊക്കെയായിട്ട് ഈ ഒരു ഭാഗം ഒരു പ്രത്യേക സീനറിയാണ് താഴെ നിന്ന് നോക്കിയാൽ. എൻ്റെ വീടിൻ്റെ അല്പം മുകളിലേക്ക് കയറിയാൽ ഈ ഭാഗമൊക്കെ നല്ല രീതിയിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് നാളായിട്ട് കാണുന്നൊരു സ്ഥലമാണ് ഇത്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് പരിചയപ്പെടാം. ഈ കാണുന്നത് മുഴുവൻ കോന്നി ടൗണിൻ്റെ കാഴ്ചകളാണ്. ഈ ഒരു സ്ഥലം തൊട്ട് ഇത് മടത്തിക്കാവ് അമ്പലത്തിൻ്റെ ഭാഗം തൊട്ട്, മടത്തിക്കാവ് ക്ഷേത്രത്തിൻ്റെ ഭാഗം തൊട്ട് അങ്ങ് കോന്നി എൻഡ് പാർട്ട് വരെ, ടൗൺ അവസാനിക്കുന്ന ഭാഗം വരെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. ഇത് കോന്നി NSS കോളേജാണ്. ആ കാണുന്നത് കോന്നി SNDP കോളേജാണ്. നമ്മുടെ ബിലിവേഴ്സ് ചർച്ചിൻ്റെ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. എലിയറക്കൽ ജംഗ്ഷനാണ് ഈ കാണുന്നത്. എലിയറക്കൽ ജംഗ്ഷനിൽ നമുക്ക് തലയെടുപ്പോട് നിൽക്കുന്ന കുരിശടിയാണ് ആ കാണുന്നത്. നമുക്കതൊക്കെ നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതെൻ്റെ സ്വന്തം സ്കൂളാണ്. ഞാൻ പഠിച്ചത് 1 മുതൽ 10 വരെ പഠിച്ചത് ഇവിടെയാണ്. കല്ലറ കൃഷ്ണനായർ മെമ്മോറിയൽ ഹൈസ്കൂളായിരുന്നു സ്കൂളിൻ്റെ പേര്. ഇപ്പോൾ ഇത് അമൃതാനന്ദമയി മഠം ഏറ്റെടുത്തിട്ട് ഇപ്പോൾ അമൃത സ്കൂളെന്നാണ് അറിയപ്പെടുന്നത്. ഞാനൊക്കെ 1 മുതൽ 10 വരെ പഠിച്ചത് അവിടെയാണ്. ഈ കാണുന്നതൊക്കെ എലിയറക്കൽ ടൗണാണ്. എലിയറക്കൽ എന്ന് പറയുന്നത് കോന്നി ടൗൺ കഴിഞ്ഞിട്ട് ഏകദേശം 1 കിലോമീറ്റർ, 1/2 കിലോമീറ്ററേ ഉള്ളൂ. 1/2 കിലോമീറ്റർ കഴിയുമ്പോൾ ഉള്ളൊരു ടൗണാണ്. കോന്നി ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പം ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ BSNLൻ്റെ ടവർ. ഇതൊക്കെ കോന്നി പോലീസ് സ്റ്റേഷൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ആ കാണുന്നത്. കോന്നി ടൗണിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇവിടെ നിന്ന് കാണാൻ പറ്റും. എൻ്റെ വീടൊക്കെ ഏതാണ്ട് ആ ഒരു ഭാഗത്തായിട്ടാണ്. ഏകദേശം ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററോളം ദൂരമുണ്ട് എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക്. പക്ഷെ അത്രയും ദൂരത്തോളം ഈ ഒരു പാറയുടെ മുകളിൽ നിന്ന് കാണാൻ നമുക്ക് പറ്റും. ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞ ക്ഷേത്രം. ഈ പാറയുടെ മുകളിൽ ഈ ക്ഷേത്രം നിൽക്കുന്നത് താഴെ നിന്ന് കാണാൻ ഒരു പ്രത്യേക ചന്തമാണ്. അതുപോലെ ഇവിടുത്തെ അന്തരീക്ഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ചെറിയൊരു കാറ്റും ഇവിടുത്തെ കാഴ്ചകളും ഈ വലിയ മരത്തിൻ്റെ തണലും ഈ ക്ഷേത്രവുമൊക്കെയായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വൈബാണ് ഈ സ്ഥലത്തിന്. അതിരാവിലെയും വൈകിട്ടും കുടുംബത്തോടൊപ്പവും അല്ലാതെയും അല്പനേരം വിശ്രമിക്കാനും കോന്നി ടൗണിൻ്റെ കാഴ്ചകൾ കാണാനും നല്ലൊരു സ്ഥലമാണിത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സ്ഥലവും ഇന്നത്തെ കാഴ്ചകളും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലമർത്താനും മറക്കരുത്. മറ്റൊരു കാഴ്ചയിൽ വീണ്ടും കാണാം.